ചെങ്കോട്ട സ്ഫോടനത്തിന് മുന്നോടിയായി ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഭീകരരുടെ സംഘങ്ങൾ രൂപീകരിക്കാൻ ശ്രമം നടന്നതായി കണ്ടെത്തൽ. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡോക്ടർ ഷഹീൻ ഷാഹിദ് ആണ് ഈ ശ്രമം നടത്തിയത്. ഉത്തർപ്രദേശ് ATS ആണ് ഈ കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലഗോപാൽ, എങ്ങനെയാണ് ഡോക്ടർമാർ അടങ്ങുന്ന വലിയ സംഘം പ്രൊഫഷണലിയൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ആളുകളെ ഭീകരവാദത്തിന് ഉപയോഗിച്ചത് എന്ന് ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫരീദാബാദിലെ സ്ഫോടവസ്തു ശേഖരം കണ്ടെത്തൽ പിന്നാലെ ചെങ്കോട്ടയിലുണ്ടായ പൊട്ടിത്തെറിയൊക്കെ വല്ലാത്ത ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഓരോന്ന് അടരുകൾ ഇളക്കി അതിൻ്റെ ആ ശ്രമങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. എങ്ങനെയാണ് ഇതിൻ്റെ ആസൂത്രണം നടന്നത്? ഇത് രാജ്യത്തെ പലയിടങ്ങളിലും ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നോ? എങ്ങനെയൊക്കെയാണ് അന്വേഷണം പോകുന്നത്? ദിവിഷ, ഈ വൈറ്റ് കോളർ ടെറർ മോഡ്യൂളുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ATSന് അഥവാ ഉത്തർപ്രദേശ് ആൻറ്റി ടെററിസം സ്ക്വാഡിന് ലഭ്യമായിരിക്കുന്നത്. ഈ ജയിലിൽ കഴിയുന്ന ഈ വനിതാ ഡോക്ടർ കൂടിയായ ഭീകര ജെയ്ഷെ മുഹമ്മദിൻ്റെ സജീവമായ അവരുടെ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഡോക്ടർ ഷഹീൻ ഷാഹിദ് അവർക്ക് ഇത്തരം ഈ ഡോക്ടർമാരുടെ ചെറിയ സംഘങ്ങൾ ഈ ഡോക്ടർമാരുടെ ചെറിയ സംഘങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ഡോക്ടർ ഈ പറയുന്ന ഷഹീൻ ഷാഹിദ് ലക്നൗ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ആ സമയത്ത് അവർ നടത്തിയിരുന്ന ചില ഈ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഉത്തർപ്രദേശ് ATSനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഈ വിവരം ഇപ്പോൾ ലഭ്യമാകുന്നത്. 5-6 ഡോക്ടർമാരടങ്ങുന്ന ചെറിയ സംഘങ്ങളായി ഈ ഭീകരരുടെ ടെറർ മോഡ്യൂളുകൾ, അതായത് ഭീകരരുടെ സംഘങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഉള്ള ശ്രമമായിരുന്നു ഈ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവർ നേരത്തെ ജോലി ചെയ്തിരുന്ന 2 ആശുപത്രികളിൽ വളരെ വിശദമായ ഒരു അന്വേഷണം ഈ ഉത്തർപ്രദേശിൻ്റെ ATS നടത്തിയിരുന്നു. ഇവരെ ATS ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഡോക്ടർമാരടങ്ങുന്ന ചെറിയ സംഘങ്ങൾ, ATSൻ്റെ ചെറിയ ഈ ഭീകര സംഘങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം സംബന്ധിച്ചുള്ള നിർണായക വിവരം ഇപ്പോൾ ഉത്തർപ്രദേശ് ATSന് ലഭ്യമായിരിക്കുന്നത്. ഈ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകളെ മുന്നിൽ നിർത്തി ഇത്തരം പ്രവർത്തനങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അത് പെട്ടെന്ന് അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തില്ല എന്നൊരു ആനുകൂല്യം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ശ്രമം ഇവർ നടത്തിയിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ATSൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്.